ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഒരുമിച്ച് ദൈവവചനം പങ്കുവയ്ക്കാം, ധ്യാനിക്കാൻ നമുക്ക് ഒരുങ്ങാം. അതെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം. വളരെ വളരെ ശക്തി നൽകുന്ന ഒരു വചനമാണത്. ഞാനൊന്ന് വായിക്കാമോ? തീർച്ചയായും. മനുഷ്യർക്ക് സാധാരണമായതല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങളെ ബാധിച്ചിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായി പരീക്ഷിതരാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അതെ, പ്രലോഭനത്തോടുകൂടെ അതു അതിജീവിക്കാൻ ശക്തി ലഭിക്കേണ്ടതിന് അവിടുന്ന് രക്ഷാമാർഗം ഒരുക്കിയിരിക്കും. എന്തൊരു ഉറപ്പാണല്ലേ ഇത് നൽകുന്നത്! ശരിക്കും ഇത് കേൾക്കുമ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല അനുഭവങ്ങളും ഓർമ്മ വരും. ശരിയാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മുൻപ് കേട്ടൊരു സംഭവമാണ്. ഒരു 3 വയസ്സുള്ള കുട്ടി. ആ കുട്ടി അറിയാതെ ഉറക്കഗുളിക കഴിച്ചു. ഒരു 10 എണ്ണം. അയ്യോ, 10 എണ്ണമോ? അതെ, മിഠായി ആണെന്ന് തെറ്റിദ്ധരിച്ചു കഴിച്ചതാണ്. വീട്ടുകാരിത് കണ്ടുപിടിച്ചു. ദൈവമേ, എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഉടനെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞത് കുട്ടി ഉറങ്ങിയാൽ പിന്നെ രക്ഷയില്ല, മരണം സംഭവിക്കാമെന്നാണ്. കഷ്ടം. എന്നിട്ട് പിന്നൊരു 4 മണിക്കൂറോളം ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ഉറക്കാതെ നോക്കി. 4 മണിക്കൂറോ? എങ്ങനെ? നുള്ളി, ചെവി തിരുമ്പി, തണുത്ത വെള്ളം മുഖത്തൊഴിച്ചു, പലതും ചെയ്തു. കേൾക്കുമ്പോ ഒരു ശിക്ഷ പോലെ തോന്നാമല്ലേ? അതെ, പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അതൊരു ക്രൂരതയായിട്ട് പോലും തോന്നിയേക്കാം. പക്ഷെ അതിന്റെ പിന്നിൽ ശിക്ഷയായിരുന്നില്ല, സ്നേഹമായിരുന്നു. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം. തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കുകയായിരുന്നു അവർ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കഷ്ടപ്പാടുകൾ അനുവദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എന്തിനാ ദൈവം ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന്. ശരിയാണ്, ആ ഒരു ചോദ്യം വരും. പക്ഷേ ആ മാതാപിതാക്കളെ പോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഒരു വലിയ ലക്ഷ്യം അതിനു പിന്നിലുണ്ട്. അതെ, ഈ വചനം പറയുന്ന പോലെ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഭാരം, ഒരു പരീക്ഷ ദൈവം തരില്ല. അവിടുന്ന് വിശ്വസ്തനാണ്. അപ്പൊ ദൈവം അനുവദിക്കുന്ന ഈ പരീക്ഷണങ്ങള് ശരിക്കും പറഞ്ഞാൽ ശിക്ഷയല്ല. അല്ല, നമ്മളെ ശുദ്ധീകരിക്കാനാണ്. സ്വർണം തീയിലെന്ന പോലെ നമ്മളെ ഒന്ന് ഷൈൻ ചെയ്യിക്കാൻ. നല്ലൊരു ഉദാഹരണം അബ്രഹാമിന്റെ ജീവിതം നോക്കൂ. ഇസഹാക്കിനെ ബലി കൊടുക്കാൻ പറഞ്ഞത്. അതെ, അല്ലെങ്കിൽ ഇയ്യോബിന്റെ കാര്യം. അതൊന്നും ദൈവം അവരെ വെറുത്തതുകൊണ്ടോ ശിക്ഷിച്ചതോ അല്ല, അതൊരു പരീക്ഷണമായിരുന്നു. അവരുടെ വിശ്വാസം തെളിയിക്കാൻ, അവരെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്, ദൈവം അനുവദിക്കുന്ന പരീക്ഷണങ്ങൾ ഉണ്ട്. പക്ഷേ മറ്റൊന്നുകൂടിയുണ്ട്. എല്ലാ പ്രലോഭനങ്ങളും ദൈവത്തിൽ നിന്നല്ല വരുന്നത്. ശരിയാണ്, അത് നമ്മൾ തിരിച്ചറിയണം. ചിലത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ശത്രുവിൽ നിന്ന്. ഹവ്വായെ പാമ്പ് പ്രലോഭിപ്പിച്ചതുപോലെ. അതെ, അത് തന്നെ. അല്ലെങ്കിൽ യേശുവിനെ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിച്ചത്. അവിടെ ലക്ഷ്യം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുക, പാപത്തിൽ വീഴ്ത്തുക എന്നതാണ്. അവിടെയാണ് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് തയ്യാറാണ്, പക്ഷേ ശരീരം ബലഹീനമാണ്. മത്തായി 26:41. എത്ര സത്യമാണത്! നമ്മുടെ ബലഹീനത ദൈവത്തിനറിയാം. അറിയാം. അതുകൊണ്ടാണ് പ്രാർത്ഥനയിലൂടെ, വചനത്തിലൂടെ ശക്തി നേടാൻ പറയുന്നത്. അപ്പോ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം, ഇത് ദൈവം അനുവദിച്ചൊരു പരീക്ഷയാണോ അതോ ഒരു പ്രലോഭനമാണോ? അതെ, ദൈവം അനുവദിച്ചതാണെങ്കിൽ ക്ഷമയോടെ നേരിടുക, അതിലൊരു വളർച്ചയുണ്ട്. പ്രലോഭനമാണെങ്കിലോ? ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ ചെറുത്തു നിൽക്കുക. ഓർക്കുക, എപ്പോഴും ഒരു രക്ഷാമാർഗം ദൈവം ഒരുക്കിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10:13 ഉറപ്പു നൽകുന്ന പോലെ ആ വഴി കണ്ടെത്താൻ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. അവിടുത്തെ കൃപ മാത്രം മതി നമുക്ക്. ആ കൃപയിൽ ആശ്രയിച്ചു മുന്നോട്ടു പോകാം. അതെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ? തീർച്ചയായും. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷകളിലും അതുപോലെ പ്രലോഭനങ്ങളിലും അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ടല്ലോ. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഞങ്ങളുടെ ശുദ്ധീകരണത്തിനാണെന്ന് മനസ്സിലാക്കാൻ അങ്ങയിൽ കൂടുതൽ ആശ്രയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പ്രലോഭനങ്ങളെ നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ആത്മീയ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. എപ്പോഴും അങ്ങയുടെ പ്രകാശത്തിൽ നടക്കുവാനും, അങ്ങയോട് ചേർന്നിരിക്കുവാനും, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുന്നൊരു ജീവിതം നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അനുഭവങ്ങൾ, നിങ്ങളുടെ വിശ്വാസ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ ഫെയ്ത്ത് ടെസ്റ്റിമണീസ് soulfulscriptureseveryday@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക. അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമായേക്കാം. അതെ, ലഭിക്കുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവ വരും ദിവസങ്ങളിൽ ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നതാണ്. എല്ലാവർക്കും കർത്താവിന്റെ അനുഗ്രഹവും സമാധാനവും നേരുന്നു. അടുത്ത തവണ കാണുന്നതുവരെ ദൈവം അനുഗ്രഹിക്കട്ടെ.